മുസ്ലിങ്ങളെ ആസാമിൽ നിന്ന് ചവിട്ടി പുറത്താക്കണമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. ആസാം മുഖ്യമന്ത്രിയെ തട്ടുമെന്ന് മുസ്ലിങ്ങളും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പറഞ്ഞോടെ. അപ്പോൾ ഇത് ആസാമിൽ ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഇനി ഹിമന്ത പറഞ്ഞതിന് തൊട്ടും അവിടെ നിൽക്കട്ടെ, അത് മിനിഞ്ഞാന്ന് പറഞ്ഞാണ്. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആസാമിലെ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്തിട്ട് പറഞ്ഞു, 20 വർഷത്തെ കോൺഗ്രസിൻ്റെ ഭരണം കൊണ്ട് 64 ലക്ഷം നുഴഞ്ഞു കയറിയ മുസ്ലിങ്ങൾ ആസാമിലുണ്ട്. 7 ജില്ലകൾ പൂർണ്ണമായും മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളായിട്ട് മാറി. ഡെമോഗ്രാഫി മാറി. അവരാരും ഇന്ത്യക്കാരല്ല, ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ്. 20 വർഷം കോൺഗ്രസ് ഭരിച്ച് ഇവരെയൊക്കെ അവിടെ കുടിപാർപ്പിച്ചിരിക്കുകയാണ്, വിദേശികളെ. എന്നിട്ട് പറഞ്ഞു, ദുബ്രി, ബാർബട്ട, ദാരാങ്, മോറിങ്കോൺ, ബോഗേഗോൺ, നാഗോൺ, ഗോൽപ്പാറ, ഈ പേരൊക്കെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ചില വ്യത്യാസം കാണും. ഇത്രയും സ്ഥലങ്ങൾ, 7 ജില്ലകൾ മുസ്ലിം ഭൂരിപക്ഷമാണ്. അവർ പക്ഷേ ഇന്ത്യക്കാരല്ല. 64 ലക്ഷം പേർ, നോക്കൂ, 64 ലക്ഷം പേർ വിദേശികൾ, മുസ്ലിമുകൾ ആസാമിൽ വന്ന് താമസിക്കുന്നു. ഇവരെ ചവിട്ടി പുറത്താക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പ്രിയൻ അത് കണ്ടില്ലേ? എന്നാൽ പിന്നെ ഹിമന്തനെന്താ കുറ്റം പറയുന്നത്? ഹിമന്ത പറഞ്ഞു, ശരിയാണ്. ഹിമന്ത പറഞ്ഞു, ഇവിടെ കുറേ ആളുകളുണ്ട്, മിയാ മുസ്ലിങ്ങളെ ആസാമിൽ നിന്ന് ഓടിക്കണം. എന്താ മിയാ മുസ്ലിങ്ങൾ? മിയാ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങൾ. ആസാമിൽ എങ്ങനെയാണ് ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടാകുന്ന? ആസാം നേറ്റീവ്സ്, തദ്ദേശവാസികളായിട്ടുണ്ടാകുന്നത് എങ്ങനെയാണ്? അവർ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ യുവന്മാരൊക്കെ ഇവിടെ റിക്ഷയൊക്കെ ഓടിക്കുന്നുണ്ട്. ഹിമന്ത പറഞ്ഞ വിവാദമായ വാക്ക് ഞാൻ പറയാം. നിങ്ങൾ റിക്ഷ ഓടിക്കുമ്പോൾ യുവന്മാർ 5 രൂപ ചോദിച്ചാൽ നിങ്ങൾ 4 രൂപയോ 3 രൂപയോ കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇത് പറ്റും, ഇവൻ്റെയൊക്കെ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതാവും. അപ്പോൾ അങ്ങനെ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതാവുമ്പോൾ ഇവനൊക്കെ ആസാമിൽ നിന്ന് ഓടിപ്പോക്കോളൂ എന്ന് പറഞ്ഞു. ഇതിൻ്റെ പേരിൽ അവിടെ കോൺഗ്രസ് വടിവാളുമായിട്ട് ഇറങ്ങിയിരിക്കുക. ഹിമന്ത ബിശ്വ അങ്ങനെ പറയാമോ? മുസ്ലിമുകൾ, അവിടുത്തെ ലോക്കൽ മുസ്ലിമുകളെക്കുറിച്ചല്ല പറയുന്നത്, മിയാ മുസ്ലിമുകൾ ആസാമിന് ഭീഷണിയാണ്, അവിടെ നിന്ന് ഓടിക്കണം എന്ന് ഹിമന്ത പറഞ്ഞു. അതിൻ്റെ വേറൊരു വർഷനാണ് 64 ലക്ഷം പേർ ഇന്ത്യക്കാരല്ലാത്തവർ ആസാമിലുണ്ടെന്ന് ആര് പറയുന്നു? അമിത്ഷാ പറയുന്നു. അപ്പോൾ കോൺഗ്രസ്സൊക്കെ വലിയ പ്രതിഷേധമായിട്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ ബദറുദ്ദീൻ അജ്മൽ എന്ന് പറഞ്ഞ ഇവരുടെ ഈ ബംഗാളി മുസ്ലിം ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ യൂണിയനൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പെരുമ്പാവൂർ ഈ ബംഗാളികൾക്ക് യൂണിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്, CPM എന്ന് പറയുന്ന പോലെ. AIUDF ഉണ്ട് ഇവിടെ കേട്ടോ, AIUDF, ആൾ ഇന്ത്യ UDF. അപ്പോൾ ഇവന്മാരുടെ നേതാവ് ബദറുദ്ദീൻ അജ്മൽ വന്നിട്ട് പറയുക, ഹിമന്ത വലിയ കളി കളിക്കരുത്, വലിയ കളി കളിച്ചാൽ താൻ നിൽക്കുന്ന വള്ളം മുക്കിക്കളയും, താൻ ചത്തുപോകും എന്ന് പറഞ്ഞാൽ വധഭീഷണി. എന്താ പിന്നെ നടക്കട്ടെ എന്ന് ഹിമന്തയും വിചാരിച്ചിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥ ഇപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും BJP കുറ്റം പറയാൻ വേണ്ടിയിട്ട് BJP മുസ്ലിം വേട്ട തുടരുകയാണെന്ന്. അല്ലെന്നേ, ഇത് വർഷം 1985 രാജീവ് ഗാന്ധി ഭരിക്കുമ്പോൾ ആസാം അക്കോർഡ് ഉണ്ടാക്കി. ആസാം സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറഞ്ഞ സംഘടന അവിടെ സമരം ചെയ്തു. എന്താണെന്നറിയോ? ആസാമികൾ സമരം ചെയ്യുകയാണ്. ആസാം ഗണപരീക്ഷത്തൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ മുഴുവൻ ബംഗ്ലാദേശികൾ വന്ന് കയറുകയാണ്, ഞങ്ങൾ ഈ നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഇവന്മാരെയൊക്കെ പുറത്താക്കണം എന്ന് പറഞ്ഞു. വലിയ കലാപം, സമരം. ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ആസാമിൽ ഭയങ്കര സംഘർഷമാണ്. BJP വരുന്നതിന് മുമ്പാണെന്നേ ആസാമിലെ തദ്ദേശീയരായ ആളുകൾ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയിരിക്കുന്ന മുസ്ലിമുകൾക്കെതിരെ സമരം നടത്തിയ കാലമുണ്ട്. അന്ന് SFIക്കാർ വിളിച്ച മുദ്രാവാക്യമുണ്ട്. പ്രിയന് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയുണ്ട്. അറിയോ? ആസാമിൽ സമരം ചെയ്തു, 6 വർഷം സമരം ചെയ്തു, ഇവിടെ ഞങ്ങൾ സമരം ചെയ്യും, 60 വർഷം സമരം ചെയ്യും എന്ന് SFI മുദ്രാവാക്യം വിളിച്ച മുദ്രാവാക്യം എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ആസാമിൽ 6 വർഷം സമരം ചെയ്തു ആര്? ആസാം ഗണപരിഷത്ത്, ആൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ. എന്തിനാണെന്നറിയോ? ആസാമിൽ കടന്നു കയറിയ ബംഗ്ലാദേശി മുസ്ലിമുകളെ പുറത്താക്കാൻ. എന്നിട്ട് രാജീവ് ഗാന്ധി ആസാം അക്കോർഡ് സമരക്കാരായിട്ട് ഒപ്പുവെച്ചു. വ്യവസ്ഥ എന്താണെന്നറിയോ? 1971 മാർച്ച് 24 കട്ട് ഓഫ് ഡേറ്റ്. അതിനുശേഷം ആസാമിൽ വന്ന ആരുണ്ടെങ്കിലും പുറത്താക്കണം. 71 മാർച്ച് 24. അതിൻ്റെ കട്ട് ഓഫിന് അത് മാത്രമല്ല, 68 ജനുവരി 1 മുമ്പ് വന്നവർക്ക് അവിടെ താമസിക്കാം. 1968 ജനുവരി 1 മുമ്പ് വന്നവർക്ക് അവിടെ താമസിക്കാം. 68 ജനുവരി 1 71 മാർച്ച് 24 ഇടയ്ക്ക് വന്നവർക്ക് അവരെ വിദേശികളായി കണക്കാക്കും. അവർക്ക് വോട്ടവകാശം ഉണ്ടാവത്തില്ല. അത് കൂടാതെ 71 മാർച്ച് 24 ശേഷം ആസാമിൽ വന്നിട്ടുള്ളവരാണെങ്കിലും രേഖകൾ പരിശോധിച്ച് അവരെ പുറത്താക്കണം. അങ്ങനെയാണ് ആസാമിൽ NRC നടപ്പാക്കിയത്, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്, പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കി ആസാമിൽ. ഇതിനാണ് ആസാമിലെ ആളുകൾ സമരം ചെയ്തു. ആസാമിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ബംഗ്ലാദേശിൽ നിന്ന് വന്നു. എൻ്റെ ഒരു സുഹൃത്ത്
മാനേജ്മെൻറ്റ് എക്സ്പെർട്ടായിട്ടുള്ള ഷിബി പിക്കയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചിരുന്നു. അവരുടെ പരിചയക്കാരി അവരോട് പറഞ്ഞ കഥയാണ്. അവർ ആസാമിയായിരുന്നു, വലിയ കൃഷിക്കാരായിരുന്നു, പ്ലാന്ററായിരുന്നു, 1500 ഏക്കർ തോട്ടം ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അവർ കാണുന്നതറിയോ, 10,000-10,000 ആളുകൾ കുടുംബത്തോടെ വന്നിട്ട് ഈ പ്ലാന്റേഷനിൽ കയറി അങ്ങ് വീട് കെട്ടി താമസിക്കാൻ തുടങ്ങി. അവരുടെ 1500 ഏക്കർ തോട്ടം പോയി, സർക്കാർ അനുകൂലം. ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാ, അവരെയൊക്കെ അവിടെ താമസിപ്പിച്ച് കോൺഗ്രസ്സുകാർ വോട്ടർ പട്ടികയും റേഷൻ കാർഡും ഉണ്ടാക്കി കൊടുത്തു. ആരുടെ സ്ഥലം പോയി? ബംഗ്ലാദേശികളെ ഇങ്ങനെ വോട്ട് ബാങ്കാക്കി. ബംഗാളിൽ മമത കാണിക്കുന്ന അതേ പണി ആസാമിൽ കോൺഗ്രസ് കാണിച്ചു. അങ്ങനെയാണ് ആസാം ഗണപരിഷത്തൊക്കെ ഉണ്ടാവുന്നത്. അവർ ആ സംസ്ഥാനം അവർ ഭരിച്ചില്ലേ, ആ സംസ്ഥാനം അവർ ഭരിച്ചു. ഇപ്പോൾ അന്ന് കുറേ നടപടികളെടുത്തു. ഇപ്പോൾ ഈ കോൺഗ്രസ് ഇപ്പോൾ ഹിമന്തയെ എതിർക്കുന്ന കോൺഗ്രസ്സുകാരുടെ നേതാവ് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ആസാം അക്കോർഡ് ഒപ്പുവെച്ചത്. ആസാമിൽ നുഴഞ്ഞുകയറ്റക്കാരുണ്ട്, അവർ ബംഗ്ലാദേശികളാണ്, അവർ മുസ്ലിമുകളാണ്, അവർ മിയാ മുസ്ലിമുകളാണ്, അവരെ പുറത്താക്കണമെന്ന് ആര് സംബന്ധിച്ചാണ്? രാജീവ് ഗാന്ധി സംബന്ധിച്ചാണ്. ഈ തന്തയിലാഴിക എന്ന് പറയുന്ന സ്വഭാവം കാണിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടല്ലോ. കാരണം ഇതേ രാജീവ് ഗാന്ധിയാണ് നമ്മുടെ നാട്ടിൽ എന്ത് വേണമെന്ന് പറഞ്ഞത്? വോട്ടിംഗ് മെഷീൻ വേണമെന്ന് പറഞ്ഞത്. ബാലറ്റിന് വേണ്ട വോട്ടിംഗ് മെഷീൻ വേണമെന്ന് പറഞ്ഞത് ഇവരുടെ പിതൃസ്ഥാനീയൻ എന്ന് പറയാൻ, ഞാൻ തന്തയിലാഴിക എന്നൊരു അശ്ലീലമായിട്ട് പറഞ്ഞതല്ല. ഇവരുടെ ഈ വോട്ടിംഗ് മെഷീൻ ഇന്ത്യയിൽ കൊണ്ടുവന്നതിൻ്റെ തന്ത രാജീവ് ഗാന്ധിയാണ്. ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ മകൻ പറയുന്നത് എന്താണ്? വോട്ടിംഗ് മെഷീൻ പാടില്ല, EVM പാടില്ല, കോൺഗ്രസ്സുകാർ പറയാണ്. അതേപോലെ ഇവരുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പിതൃസ്ഥാനം ആസാം അക്കോർഡിൻ്റെ തന്തയാരാണ്? രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി ഉണ്ടാക്കിയ കരാറാണ് ആസാം അക്കോർഡ്. അതാണ് നടപ്പാക്കുന്നത്. ബംഗ്ലാദേശികൾ പുറത്തു പോകണം. അപ്പം മുസ്ലിം ആണെങ്കിൽ പുറത്താക്കാൻ പാടില്ല. മുസ്ലിമുകൾക്ക് ലോകം മുഴുവൻ മുസ്ലിമിൻ്റെ ആണല്ലോ. അതാണ്, മുസ്ലിമിനെ തൊടാൻ പാടില്ല, അവർക്ക് എന്തൊക്കെയോ കൂടുതലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടാകുന്നത്. 64 ലക്ഷം പേർ ഒരു സംസ്ഥാനത്ത്. ആ സംസ്ഥാനം സുപ്രീം കോടതി പറഞ്ഞില്ലേ, റോഹിംഗ്യൻ അടക്കമുള്ള ബംഗ്ലാദേശി അടക്കമുള്ള മുസ്ലിമുകൾ നമ്മുടെ രാജ്യത്ത്, ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിം അല്ലാതെ ആരും വരത്തില്ല അല്ലേ? അല്ലെങ്കിൽ പാവം ജീവൻ കൈപ്പിടിച്ച് ഓടിപ്പെടുന്ന പാവപ്പെട്ട ഹിന്ദുക്കളുണ്ടാവും, അവർക്കൊക്കെ നമ്മൾ പൗരത്വം കൊടുക്കുന്നുണ്ട്. അതിനാണ് CAA കൊണ്ടുവന്നത്. പക്ഷേ മുസ്ലിം എന്തിനാണ് ഓടി വരുന്നത്? അവർ ചോദിച്ചു വാങ്ങിച്ച രാജ്യമല്ലേ പാകിസ്ഥാൻ. ഞങ്ങൾക്ക് വേറെ രാജ്യം വേണം, ഹിന്ദുക്കളുടെ കൂടെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല, അത് വേറെ രാജ്യം മേടിച്ചു പോയവരാണ്. എന്നിട്ട് പിന്നെ ഇന്ത്യയിലേക്ക് വരുന്നതെന്നറിയോ? അവിടെ രാജ്യം കിട്ടി, എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ വീണ്ടും ഭൂരിപക്ഷമാക്കി വേറൊരു പാകിസ്ഥാൻ കൂടെ ഇവിടെ ഉണ്ടാക്കുക, ഇന്ത്യ ഒന്നുകൂടെ വെട്ടിമുറിക്കുക, അല്ലെങ്കിൽ ഇന്ത്യ ഇസ്ലാമാക്കുക എന്ന ലക്ഷ്യത്തോടെ വരികയാണ്. അത് നടക്കില്ല എന്ന് പറഞ്ഞ് 100 കണക്കിനല്ല 10,000 കണക്കിന് ആളുകളെ ഹിമന്ത ബിശ്വ ശർമ്മ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്. ഹിമന്ത പറയുകയാണ് ഇനിയും ചവിട്ടി പുറത്താക്കും. ഇപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ ഇവിടെ താമസിക്കും, എന്നിട്ട് ഞങ്ങൾ 15 വർഷത്തിനുള്ളിൽ 100 IAS ഉണ്ടാക്കും, 100 ജഡ്ജിമാരെ ഉണ്ടാക്കും. അതായത് ഈ ബംഗ്ലാദേശി മുസ്ലിങ്ങൾ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും, ഞങ്ങൾ അടുത്ത 15 വർഷം കൊണ്ട് 100 IAS ഉണ്ടാക്കും. ശ്രദ്ധിക്കണം, 100 IAS ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഏത് സർക്കാർ വന്നാലും സർക്കാർ മന്ത്രി ഉത്തരവിടത്തേ ഉള്ളൂ. നടപ്പാക്കുന്ന ആരാണ്? IAS. നടപ്പാക്കാനുള്ള ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ ആസാമിൽ 100 പേരെ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭരിക്കും, ബ്യൂറോക്രസി ഞങ്ങളായിരിക്കും. 100 ജഡ്ജിമാരെ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ കേസ് വന്നാൽ വിധി പറയുന്നത് ഞങ്ങളായിരിക്കും. ഞങ്ങൾ 1000 എഞ്ചിനീയർമാരെയും 1000 ഡോക്ടർമാരെയും ഉണ്ടാക്കും. ഹിമന്ത എന്ത് ചെയ്യും കാണട്ടെ എന്ന് പറയാം. ഹിമന്ത എന്ത് ചെയ്യുന്നു ഹിമന്ത കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇതിപ്പോൾ വലിയ വർഗീയത എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ട് ഏറ്റവും വലിയ വർഗീയവാദി മുസ്ലിമുകളെ പുറത്താക്കാനുള്ള കരാർ ഒപ്പുവെച്ച ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ആസാം അക്കോർഡ് ഒപ്പുവെച്ച രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞ ആൾ തന്തയായിട്ടിരുന്നെടുത്ത തീരുമാനങ്ങളുണ്ട്. വോട്ടിംഗ് മെഷീൻ്റെ കാര്യമാണെങ്കിലും ആസാം അക്കോർഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ തന്തയെ തള്ളി പറയുന്ന സ്വഭാവമാണ് കോൺഗ്രസ് പാർട്ടി കാണിക്കുന്നത്. അവർ 4 വോട്ടിന് വേണ്ടിയിട്ട് ഈ നാടകം കളിക്കേണ്ടി. ഇപ്പോൾ ബംഗ്ലാദേശിലെ സ്ഥിതി, ബംഗ്ലാദേശിൽ നിന്ന് കയറി വന്നവരല്ലേ പശ്ചിമ ബംഗാളിൽ, ഇത് തന്നെയാണല്ലോ പശ്ചിമ ബംഗാൾ. അതുകൊണ്ടാണല്ലോ അവിടെ വേലി കെട്ടാൻ സമ്മതിക്കാറുത്. ഇന്നലെ കൽക്കത്ത ഹൈക്കോടതി എടുത്ത് മമതേനെ ഉടുത്തിട്ടുണ്ട്. മാർച്ച് 31-നകം വേലി കെട്ടിയില്ലെങ്കിൽ വിവരം അറിയുമെന്ന് പറഞ്ഞിരിക്കുക. അത് BSFനെ അവിടെ അടുപ്പിക്കില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ സ്ഥലമാണ്, ഞാൻ സ്ഥലം കൊടുക്കില്ല എന്നാണ് അതാ പറഞ്ഞ. മാർച്ച് 31-നകം തീരുമാനം എടുത്ത് വേലി കെട്ടി തിരിച്ചില്ലെങ്കിൽ കോടതി എന്താണെന്ന് മമത മനസ്സിലാക്കുമെന്ന് ഇന്നലെ കൽക്കത്ത ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ രാജ്യത്ത് മുസ്ലിങ്ങളായിട്ടുള്ളവർ രാജ്യത്തിന് പുറത്തുനിന്ന് ഇവിടെ വിദേശികൾ കയറി കൂടിയാൽ അവരെ നമ്മളങ്ങ് സഹിക്കണം, ചുമക്കണം, അവർക്കെല്ലാം അവകാശം കൊടുക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? അത് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ മനുഷ്യാവകാശ പ്രവർത്തകർ, ഇടതുപക്ഷക്കാർ, പിന്നെ മുസ്ലിങ്ങൾ എല്ലാം ഉണ്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ളവരെല്ലാം വന്ന് ആ സമയത്ത് താമസിക്കണം. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആണ് പറയുന്നത് 64 ലക്ഷം പേരുണ്ട്. അപ്പോൾ ഹിമന്ത ബിശ്വ പറയുക മാത്രമല്ല, പറയുന്നതിനൊക്കെ കൂടുതൽ പ്രവർത്തിക്കുന്ന ആളാണ്. നല്ല സുന്ദരമായിട്ട് നല്ല വൃത്തിയായിട്ട് അവിടെ പണി നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഓട്ടോറിക്ഷക്കാരന് അങ്ങനെ ഒരു മുഖ്യമന്ത്രി പറയാമെന്ന് ചോദിച്ചാൽ
ഇന്ത്യക്കാരനോടാണ് നമുക്ക് കരുണ കാണിക്കേണ്ടത് അല്ലേ? അതെ. നമ്മളെന്തിനാണ് വിദേശി വന്നിട്ട് നമ്മുടെ വിഭവങ്ങൾ, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കിട്ടേണ്ട സമ്പത്ത്, ഭക്ഷണം, വിദ്യാഭ്യാസം, ഭൂമി, സൗകര്യങ്ങളെല്ലാം വിദേശി അനധികൃതമായി നുഴഞ്ഞു കയറി വന്ന് അനുഭവിക്കുന്നതിനെ എന്തിന് സഹായിക്കണമെന്ന് സുപ്രീം കോടതി ചോദിച്ചു. അതാണ് ഹിമന്ത ചോദിക്കുന്നത്. നിങ്ങൾ ഒരു മിയാ മുസ്ലിം, ബംഗാളി സംസാരിക്കുന്ന മുസ്ലിം, അവൻ ഇന്ത്യക്കാരനല്ല, ആസാമിയല്ല, അവൻ കഷ്ടപ്പെടട്ടെ. കഷ്ടപ്പെടുമ്പോൾ അവൻ എന്ത് ചെയ്യും? അവന് നാട് വിട്ട് ഓടിക്കോളും. അതൊരു സ്ട്രാറ്റജിയാണ്. ബലം പ്രയോഗിക്കാതെ അവനെ പുറത്താക്കാനുള്ള സ്ട്രാറ്റജി. അതിപ്പോൾ ആസാമിൽ ഹിമന്ത പറഞ്ഞാൽ ഹിമന്ത നടപ്പാക്കും. ആസാമിലെ ജനങ്ങൾക്ക്, ഞാൻ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒരുപാട് വീഡിയോ കാണാറുണ്ട് കേട്ടോ. അദ്ദേഹം വരുമ്പോൾ ജനങ്ങൾ മാമാ 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 എന്നും പറഞ്ഞ് വിളിക്കുകയാണ്. മാമാ എന്നാണ് വിളിക്കുന്നത് എല്ലാവരും. അത്ര പ്രിയങ്കരനായ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. ഇപ്പോൾ ഈ മറ്റേ മൂഡ് ഓഫ് ദ നേഷൻ്റെ സർവേ വന്നിട്ടുണ്ട്. ആസാം തൂത്തുവാരി കൊണ്ടുപോകുന്ന പറഞ്ഞിരിക്കുന്നത് BJP. ഹിമന്ത ബിശ്വ എന്ന് പറഞ്ഞ ഒരാൾ ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ആകാൻ സർവ്വതാ യോഗ്യനായ ഒരു മനുഷ്യനാണ്. രാഹുൽ ഗാന്ധി ഞാൻ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണ്. പക്ഷേ ഹിമന്തയെ പോലെയുള്ള ആളുകളെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാക്കിയ രാഹുൽ ഗാന്ധിയെ പപ്പു എന്നല്ലാണ്ട് എന്താ വിളിക്കുക? ഏതായാലും ആസാം മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന വലിയ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു, മിയാ മുസ്ലിങ്ങളെ പുറത്താക്കും. മിയാ മുസ്ലിങ്ങൾ കഷ്ടപ്പെടണം. ഈ രാജ്യത്തെ ആളുകളല്ല, നാട് വിട്ടു പോട്ടെ. വിഭവങ്ങളുടെ പ്രഥമ അവകാശി പൗരനാണ്, ബാക്കി വിദേശി മുസ്ലിങ്ങളല്ല. അതെ, മുസ്ലിം പ്രഥമാവകാശി മുസ്ലിങ്ങളാണെന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത്. അതാണ് അവർ രാജ്യവിരുദ്ധരാണ് എന്ന് പറയാൻ നമ്മൾ പറയുന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് രാജ്യ താല്പര്യമല്ല കോൺഗ്രസിനുള്ളത്, ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേമമല്ല അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഇന്ത്യ നശിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആവർത്തിച്ച് പറയാനുള്ള കാരണം ഇതാണ്. ഇന്ത്യ ലൈവിനെ നിങ്ങൾ സഹായിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒരുപാട് പേർ ചാനൽ കാണുന്നുണ്ട്, കണ്ടിട്ടങ്ങ് പോവുകയാണ്. അതുപോരാ, നമ്മുടെ IND എന്നുള്ള നമ്മുടെ ലോഗോയിലൊന്ന് വിരലമർത്തുക. അപ്പോൾ തെളിഞ്ഞ് വരുന്ന സബ്സ്ക്രിപ്ഷൻ ബാറിൽ അമർത്തുക. തൊട്ടുപുറത്തൊരു ബെൽ ഐക്കണുണ്ട്, അവിടെയും വിരലമർത്തിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയും.